ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചേട്ടാ എന്നെ പുഷ്ടിപ്പെടുത്തിയിട്ട് ചേട്ടാ എന്നെ വേദന മാറ്റിട്ടേ ഉള്ളെന്നും പറഞ്ഞുകൊണ്ട് എന്നെ പറഞ്ഞ എന്തോ ദൃഢനിശ്ചയമൊക്കെ എടുത്ത് പല മരുന്നുകൾ കഴിച്ചു, ഒരു രക്ഷയില്ല. രാത്രി 17 വർഷം കൊണ്ട് നമ്മൾ അനുഭവിക്കും. നമുക്ക് ജോലി ചെയ്ത് ജീവിക്കാനും പറ്റത്തില്ലാത്തൊരു അവസ്ഥ വരുമ്പോഴേക്കേ അപ്പോഴെ നമ്മള് ബുദ്ധിമുട്ടായി പോകത്തില്ലേ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് കൊടുത്താലും ശരി, ഇനിയിപ്പം വീട് വിട്ടിട്ടാണ് ശരി ചികിത്സിക്കാന്ന് വെച്ച്. അല്ല പിന്നെ ജീവൻ വേണമെന്നുണ്ടോ ചേട്ടാ നിർബന്ധമുണ്ട്. അപ്പൊ എന്തായാലും ചേട്ടാ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് എന്തോ ഒരു സംഭവം ഉണ്ടാക്കി തരാൻ പോവാണ് കേട്ടോ. അപ്പൊ എന്നാ സംഭവം എന്നുള്ളത് നേരെ വീഡിയോ കാണാം അല്ലേ? വീഡിയോ കാണാം. അടിപൊളി സാധനമാണ്, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള സാധനമാണ്, നിങ്ങൾ എല്ലാവരും കഴിച്ചിട്ടുള്ള സാധനമാണ്. 2 കണ്ണുണ്ട്, 2 സെറ്റ് പല്ലും ഉണ്ട്. അപ്പൊ അവരെ നമ്മള് റെഡിയാക്കാൻ പോവാണ്. കിച്ചണിലോട്ടാണ് കയറുക. അപ്പം എല്ലാരും പോരുക, കഴിക്കാൻ ആഗ്രഹമുള്ളവരെല്ലാം ഇനി പോരുക. നമുക്ക് നേരെ വീഡിയോ എടുക്കും കേട്ടോ. ഓക്കെ. അപ്പൊ ചേട്ടായി അവനെയൊക്കെ നല്ല കുട്ടപ്പനായിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ണും പല്ലും സാധനങ്ങളും മാത്രമൊക്കെ മാറ്റി, ബാക്കി എല്ലാം നല്ല സാധനങ്ങളാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം മേടിച്ചോണ്ട് വന്നത് വെച്ച് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ അത്ര ഉള്ളായിരുന്നു. ഇതിപ്പം ഇത് വേറെ, ഇത് വേറെ. ഇത് സൂപ്പ് വയ്ക്കാനായിട്ട് കേട്ടോ. ഇത് നല്ല അടിപൊളിയായിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് നല്ല എന്നാ പറയുന്നത് ആട്ടിൻ കറി, മട്ടൻ കറി. 2-3 ചേട്ടായിക്ക് 3-4 ദിവസത്തിന്. ചേട്ടായിക്ക് സൂപ്പ് വേണോ? സൂപ്പ് കഴിക്കും. ഇല്ല, ഞാൻ തരുന്നില്ല. ആട്ടു സൂപ്പ് എനിക്കുള്ളത്. ചേട്ടായിക്ക് തല, കണ്ണും മൂക്കും പല്ലും എല്ലാം കളഞ്ഞു കേട്ടോ. കണ്ണും അപ്പം വേണ്ടേ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം വേണ്ടേ എല്ലാം റെഡിയാക്കി സെറ്റാക്കി. ഇനി ആ വാഴയിലേക്കകത്തുള്ളതൊക്കെ വേസ്റ്റാണ്, അതൊക്കെ കൊണ്ട് കളഞ്ഞിട്ട് വന്നാൽ മതി. കണ്ടോ, 2 കുക്കറിനകത്ത് സൂപ്പിനുള്ളതും കറിക്കുള്ളതും ഒക്കെ റെഡിയാക്കിക്കൊണ്ട് വെച്ചേ. എന്നിട്ട് കൊച്ചുള്ളിയേ കുളിക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, കുഞ്ഞുള്ളി. ഞാൻ ഈയിടെ എല്ലാം ഈ ആഡ്രസ്സിക്കെല്ലാം വലിയ ഉള്ളി വെച്ചാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് ഉള്ളി കഴിഞ്ഞു പോയാൽ പറയല, ഈ കുഞ്ഞുള്ളിയൊക്കെ എടുത്ത് ദൂരക്കളാ. ഞാനാണെങ്കിൽ ഇങ്ങനത്തെ എല്ലാം പൊളിച്ചെടുക്കും. ഇത്രയും പൊളിച്ചെടുത്ത് കേട്ടോ. പാവുന്ന എനിക്ക് വെട്ടത്തിലാണ്, ഞാൻ ഇവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ സൂപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുത്തേ. ഇനി കറി വെക്കാനുള്ളതിന് വേറെ എടുക്കണം. സൂപ്പിനുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ടേ. അപ്പം സൂപ്പടുപ്പൊക്കെ കയറ്റി ഇനി മട്ടൻ കറിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ സവോളയും കൊച്ചുള്ളിയും ചേർക്കാം. അപ്പോൾ കുറച്ച് കൊച്ചുള്ളി ഞാൻ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതേ കണ്ടോ. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനൊരു ശകലം മഞ്ഞൾ പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ് പൊടി, പിന്നെ കൊച്ചുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടേ. എന്നിട്ട് ഇവനെ ഒന്ന് മിക്സ് ചെയ്ത് അടുപ്പിലോട്ട് വേവിക്കാൻ വെക്കാൻ പോവാണേ. അപ്പം മട്ടൻ്റെ കറി വെക്കാനുള്ളത് ഇവിടെ വെന്ത് റെഡിയായി ഓഫാക്കി. സൂപ്പ് ഇവിടെ ഇരുന്ന് വിസിലടിക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ കറിക്കുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേ കണ്ടോ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് അങ്ങനെ വഴറ്റാനായിട്ടില്ല. അയ്യോ ഞാൻ മടുത്തിട്ടേ എനിക്ക് കുളിക്കാണ്ട് പോയി കയറി കിടക്കാനും പറ്റത്തില്ല. കാല് കട്ട് കഴിച്ച് ഒടിഞ്ഞു പോകുന്നു, ഉണക്ക് വരുന്നു, ഭയങ്കര വേദന. ഇന്ന് ചേട്ടായി രാവിലെ മുതൽ ഇവിടെ ഇരുന്നപ്പോൾ മുതൽ ചേട്ടൻ്റെ പുറകെ നടന്ന ഓരോരോ പരിപാടികളായിരുന്നു. കൂടി ഞാനിവിടെ അങ്ങ് ചെയ്യുക. എന്നെ ആണേലും ഈ പറഞ്ഞ കണക്ക് ഈ ഒരാഴ്ച കൂടി ഇങ്ങനെയൊക്കെ അങ്ങോട്ട് എല്ലാം ചെയ്ത് ഒതുക്കി പെറുക്കി വെച്ചിട്ട് തീരുമാനം കിഴിയൂത്താനും പോകാമെന്ന് ഓർത്തുകൊണ്ടാണ് കേട്ടോ. അതാകുമ്പം പിന്നെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ എങ്ങും ഒരു പണിയും ചെയ്യത്തില്ല. ഇന്നലെ സന്തോഷവും സിന്ധുവും ഒക്കെ വന്നപ്പോൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് ചെല്ലുന്നു. പക്ഷേ ചേട്ടാനെ ഇട്ടിട്ട് 1 മാസമൊക്കെ മാറി നിൽക്കുകയെന്ന് പറഞ്ഞാൽ ചേട്ടായി വിട്ട് വരത്തുമില്ല. അത് അത്ര ഒരു ഇതില്ലാത്തതുകൊണ്ട് ഞാൻ മടിക്കുന്നത്. ചേട്ടായി ഇന്ന് രാവിലെ ഉണ്ട് പറഞ്ഞു, എൻ്റെ പൊന്നെ നീ ഇവിടെ ഇരുന്ന സിന്ധു ഞാൻ ചെയ്യുന്ന കാണുമ്പോൾ നീയും പുറകെ വരുവാ, ഞാൻ വരണ്ടെന്ന് പറഞ്ഞാൽ നീ കേൾക്കത്തില്ല, നിനക്ക് അനുസരണയില്ല. എത്ര നേരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയല്ല നമ്മൾ ചെയ്യുന്ന മാതിരി ഇടയ്ക്കും ചിട്ടയൊക്കെ ഇത് ചെയ്യത്തില്ല. ഏതൊരു സാധനം എടുത്താലും ചിലപ്പോൾ വെക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ പുറകെ അതിനോട് പറയുന്നു, നീ വേണമെങ്കിൽ സന്തോഷത്തോടൊപ്പം അത് തന്നെ പോയി നിന്നു, തിരുമ്മിയും കിഴി കുത്തി കഴിഞ്ഞിട്ട് നീ അവിടെ പോയി തന്നെ നിന്നോളാം. അയ്യോ നല്ല സൂപ്പറായിട്ട് തന്നെ. അതിനിടയ്ക്ക് ഒരു മുട്ടാൻ പണിയും കൊണ്ട് വേറെ എന്നാ ചെയ്യാനാ എൻ്റെ ദൈവമേ. എനിക്കറിയത്തില്ല, പൈസ പോകുന്ന വഴി അറിയത്തില്ല. എന്നാ നമ്മൾ ഇത്രയും ഇതായിട്ടൊക്കെ ചെയ്തിട്ടും പിന്നെയും ഇങ്ങനെ ആകുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ നിങ്ങളെ കാണിച്ചു തരട്ടെ എന്നാന്ന്. ഇത് കണ്ടോ, സ്റ്റാൻഡും മെഷീനും സാധനവും എല്ലാം ഇങ്ങോട്ടേക്ക് മാറ്റി. എന്നാ കാരണമെന്നറിയോ, ഇതിനകവേ ഈ ചില സൈഡൊക്കെ ഇതുണ്ട്, ഇതിൻ്റെ പുറകുവശം മൊത്തം ഉണ്ട്. ഈ ചില പ്രശ്നം മുകളിലോട്ടൊന്നും പ്രശ്നമില്ല, പക്ഷെ താഴോട്ട് നോക്കി കണ്ടോ ഇങ്ങനെ ഒരുമാതിരി പൂപ്പൽ പോണൊക്കെ ഫംഗൽ പോകണം. ഇപ്പത്തിൻ്റെ ആണോ എന്നാണ് എനിക്കത്. പക്ഷെ അങ്ങോട്ടേക്കൊക്കെ എങ്ങനെ ഈർപ്പം
കണ്ടോ. അപ്പം ഇത് ഇന്ന് പെയിൻ്റ് അടിക്കാനായിട്ട് 2 പിള്ളേരോട് വരാൻ പറഞ്ഞേക്കാണേ. അപ്പോൾ 6 മണിക്ക് അതുങ്ങൾ വന്ന് അടിച്ചിട്ടിട്ട് പോയിട്ട് വൈകിട്ട് 6 മണിക്ക് അടിച്ചിട്ടിട്ട് പോയിട്ട് പിന്നെ പിറ്റേ ദിവസം ബാക്കി അടിക്കാമെന്ന്. എന്തായാലും സൂപ്പിൻ്റെ കുക്കറൊക്കെ ഇരിക്കുന്നു. നോക്കി ഏത് വരുവായെന്ന്. മുളക് പൊടി മസാലപ്പൊടി എല്ലാം കൂടി ഇട്ട് കൊടുത്തേ. ഇനി ഇവനെ ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമുക്ക് കറിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാവേ. ഇപ്പം തന്നെ ഒരു എന്താ പറയുന്നത് 6 മണിയാകുമ്പോഴത്തേനും ആ പിള്ളേർ വരും. അതിന് മുമ്പായിട്ട് എൻ്റെ പണി തീർത്തിട്ടിരിക്കണം. അപ്പോഴത്തേനും ചേട്ടായും വരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഉള്ളതിൽ ഏറ്റവും നല്ല റൂം ഇതാണ് കേട്ടോ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ കന്നിമൂല ആളെ റൂമാണ്. അത് എന്നെ അങ്ങനെ പൂക്കുന്നത് തരത്തില്ല. ചേട്ടായി ഇത് ബെഡൊക്കെ എടുത്തുകൊണ്ട് ഇവിടെ വെച്ച് കുമാരി ചേച്ചിയുടെ നൈറ്റ് കിടക്കുന്നത് പുറത്ത്. നിങ്ങളെ ഞാൻ കാണിച്ചു തരട്ടെ. പിന്നെ 8500 രൂപയുടെ സാധനം. ഇത് ഇത്രയും സാധനം മേടിച്ചിട്ടുണ്ട് ആ പിള്ളേർ ഇപ്പോൾ കൊണ്ടുവച്ച 8500 രൂപ. എൻ്റെ ദൈവമേ എങ്ങനെ മുതലാവുമോ എനിക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കും. വീടൊക്കെ നമ്മുടെ സ്വപ്നമാണ് അല്ലേ. ഒരു വീടെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ സ്വപ്നമാണ്. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്തിടണമെങ്കിലാണ് എനിക്കറിയത്തില്ല എൻ്റെ പൊന്നു മാതാവേ. അപ്പം ഞാൻ മസാലയൊക്കെ ഇവിടെ വെച്ചിട്ടാണ് തക്കാളിപ്പഴം കൂടി ഇട്ട് കൊടുത്തിട്ട് മസാലയൊക്കെ ഇവിടെ വെച്ചിട്ടാണ് പുറത്തോട്ട് പോയത് നിങ്ങളെ വീഡിയോ കാണിക്കാൻ. അപ്പോൾ ഇവനിവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് കറി ഒന്നുകൂടെ വിസിലെടുപ്പിച്ചാൽ നമ്മുടെ മട്ടൻ കറി റെഡിയാവും. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസത്തെ തകർപ്പം പരിപാടിയൊക്കെ കഴിഞ്ഞ് കടയിലും ജസ്റ്റ് ഒന്ന് ഓടിപ്പോയിട്ട് വന്നാൽ കേട്ടോ. എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് വേറെ ഇച്ചിരി ചെറിയ പരിപാടികൾ. എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട. എങ്ങനെ നോക്കിയാലും പൈസ പോകുന്ന വഴി അറിയത്തില്ല. എന്നാ പറയാനാ. അപ്പോൾ ഇപ്പം തന്നെ ആ പിള്ളേർ വരും. അതുകൊണ്ട് ചേട്ടായി കടയിലൊന്നും ജസ്റ്റ് ഓടിപ്പോയിട്ട് ഓടി ഇങ്ങോട്ട് വന്നാൽ കേട്ടോ. എന്നിട്ട് വിളക്ക് കത്തിക്കുകയാണേ. എന്തോ പറഞ്ഞു വിളക്ക് ഞാൻ കത്തിച്ചക്കാടി നീ ഇരുന്നോ കിടന്നു എന്ന് പറഞ്ഞു. ഞാൻ കിടന്നില്ല. സന്ധ്യ മയങ്ങാറായില്ലേ. അപ്പം ഞാൻ ഇവിടെ എണീറ്റ് വന്നു. ഇന്ന് നല്ല പണിയായിരുന്നു. അപ്പോഴത്തേക്കും ശരിക്കും അടുത്തേ. പിന്നെ ഞാനിവിടെ വന്ന് ഇരിക്കുക കേട്ടോ. ഒന്ന് അതിന് സന്ധ്യതാമൊക്കെ ചൊല്ലിയിട്ട് അത് കഴിഞ്ഞിട്ടാവട്ടെ എന്ന് കരുതിക്കൊണ്ടേ. ദൈവം എൻ്റെ ഭഗവാനെ. അങ്ങനെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് അച്ഛനോടും അമ്മയോടും എല്ലാം പ്രാർത്ഥിച്ച് മാതാവിനോടും പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഒരു ദിവസം. എന്നാ പറിച്ചിട്ട് പറഞ്ഞാലും കാത്തു പരിപാലിക്കുന്ന ദൈവങ്ങളോട് നന്ദി പറയാം. എത്ര കണ്ട് നന്ദി പറഞ്ഞാലും തീരത്തില്ല അല്ലേ തമ്പുരാനോട്. കാരണം നമുക്ക് എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് ഓരോ ദിവസവും ദൈവം തന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. നല്ല രസമല്ലേ സന്ധ്യ സമയത്ത് വീട്ടിലോട്ട് ഇറങ്ങിയത് ഉണ്ടോ. അയ്യോ ചീവീടുകളുടെ ഭയങ്കര കുവിച്ചല്ലേ. അതാ ഒരു പ്രശ്നം. ഇവിടെ എപ്പോഴും നോക്കിയാലും ചീവീടുകളുടെ ഒരു പ്രശ്നമാണ്. അതൊരു വലിയ പ്രശ്നമാണ് കേട്ടോ. സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ചേട്ടായുടെ ഒരു പരിപാടിയുണ്ട്. ഒരു കർപ്പൂരം ഒഴിഞ്ഞ് കത്തിച്ച് കളയും കേട്ടോ. എല്ലാ ദിവസവും ചേട്ടായി ഇവിടെ ഉണ്ടെങ്കിൽ ചേട്ടായാണ് വിളക്ക് കത്തിക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും ഒരു കർപ്പൂരം ഒഴിഞ്ഞ് കത്തിച്ച് കളയണമെങ്കിൽ ദൈവമേ നല്ല രസമുണ്ടല്ലോ ആകാശമൊക്കെ കാണാനായിട്ട്. നല്ല ഭംഗിയില്ലേ. അപ്പം എന്തേ കുറേ ആയിട്ട് ഞാൻ എൻ്റെ പൂക്കളെയും ചെടികളെയും ഒന്നും കാണിക്കുന്നുണ്ടായില്ലല്ലോ. മുറ്റത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നുണ്ട് ഉണ്ടോ. നല്ല ഭംഗിയായിട്ടുണ്ട്. ഇന്നലെ ചിപ്പിമോള് വന്നപ്പോൾ പറയായിരുന്നു സിന്ധുച്ചി ഭയങ്കര കാട് ഉണക്കും ഒത്തു ചെടിയായല്ലോ എന്ന് കണ്ടോ. എത്ര സൈസ് കളറിലുള്ള എത്ര ചെടികളും പൂക്കളും അല്ലേ. അല്ലേ കണ്ടോ വൈകിട്ട് അല്ലേ ശംഖുപുഷ്പം. ഇനി ഇങ്ങോട്ട് വന്ന് നമ്മുടെ ഈ പൂവ്. പിന്നെ ചെത്തിപ്പൂവെല്ലാം പൊഴിഞ്ഞു പോയി കേട്ടോ മഴയായതുകൊണ്ട്. ഇവിടെയെല്ലാം നിൽക്കുന്നുണ്ട്. താഴെ പിള്ളേരെല്ലാം ഉണ്ടേ. പിന്നെ വേണുവിൻ്റെ പിള്ളേരും കല്യാണിക്കുട്ടിയും ആര്യനും എല്ലാവരും ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇത് നമ്മുടെ സൺഡേ മൺഡേ. ഇന്ന് സൺഡേ മൺഡേ എടുത്ത് കഴിഞ്ഞ ദിവസം ഇൻട്രോ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസം ഇത് കാണാനേ. എന്താണെന്ന് വെച്ചാൽ വെള്ളയും കണ്ടോ വെള്ളയും വയലറ്റും നല്ല രസമില്ലേ. ഇത് നിറച്ചുണ്ടാകുന്നുണ്ട് കേട്ടോ കണ്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കുറേ ദിവസമായി ഞാൻ മുറ്റത്തോട്ടൊക്കെ ഇങ്ങനെ എന്നാ പറഞ്ഞു ഇങ്ങനെ സന്ധ്യക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ഒരു ഉഷാറ് തോന്നുന്നുണ്ട് ഇന്ന്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടായി ഉണ്ടായിരുന്നു പകലൊക്കെ. അതുകൊണ്ട് നല്ലൊരു എന്തോ ഒരു പോസിറ്റീവ്. ഇതിനെ കപ്പളങ്ങ താഴെ തന്നെ ആടി കിടക്കുന്നോ. ആരും കുത്തിയതാണോ ഇതേ കിടക്കുന്ന കപ്പളങ്ങ. പിള്ളേരെ വന്ന് കുത്തിയായിരുന്നു എന്നത്തില്ല കുമാരിച്ചയോ വല്ലതും. ഇതേ കിടക്കുന്നു പച്ച കപ്പളങ്ങ. അപ്പം ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് ദൈവം കാത്തു പരിപാലിച്ചു. ഒരാപത്താപത്തിലും പെടുത്താണ്ട് അല്ലേ. അതിനൊക്കെ നമ്മൾ എത്ര കണ്ട് ദൈവത്തോട് നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. ശരിയല്ലേ. എത്ര അതിനെ പുക
അവിടെ ആരാ തീ കത്തിക്കുന്നത്? അയ്യോ അവിടെ കണ്ട് ആരണ്ട് തീ കത്തിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് പോകുന്നുണ്ട്. നന്നായിട്ട് കുഞ്ഞുമോഞ്ചാണ്ടായിരിക്കും കേട്ടോ മിക്കവാറും. മറ്റേ നമ്മുടെ സജീരയൊക്കെ വീണ്ടും അപ്പുറത്തേ കത്തിക്കുന്നതാന്ന് തോന്നുന്നു. നന്നായിട്ട് പോകുന്നുണ്ട്. താഴെ പിള്ളേരുടെ കളിയാട്ടോ. 16, 17, 18, 19, 20 എന്നൊക്കെ പറഞ്ഞോണ്ട് എനിക്ക് പോകുന്നു. എന്നോട് ഇതായിട്ട് വന്നു കണ്ടോ. ഇത് കുഞ്ഞുഞ്ഞാണൊക്കെ തന്നെ ആറിൻ്റെ ആ പറമ്പിൻ്റെ ആ സൈഡിലെ പറമ്പിട്ട് ഇതാക്കുന്നത് കേട്ടോ. കൊതുകെല്ലാം പൊക്കോളും. നല്ല സൂപ്പർ പുകയെന്ന് വെച്ചാൽ സൂപ്പർ പുക. മഴക്കാറുണ്ട്, ഇനി എങ്ങനെയാവും നടത്തില്ല മഴ. അങ്ങനെ സന്ധ്യാസമയമൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് കണ്ടോ. ഇപ്പം നോക്കി ആകാശത്തിൻ്റെ നിറം വേറെയായി. അയ്യോ അത് ഭയങ്കര പാട്ട്. സന്ധ്യവിളക്ക് എത്തിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, സന്ധ്യവിളക്ക് എത്തിച്ച് കഴിഞ്ഞാൽ ചേട്ടായി കഥ അടച്ചിടാൻ സമ്മതിക്കില്ല. ചേട്ടായി ഇവിടെ ഉള്ളപ്പം. പക്ഷെ ഞാൻ തന്നെ ഉള്ളപ്പം ഞാൻ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് അടയ്ക്കും കേട്ടോ. ഇവിടെ പാട്ടോ വേളാങ്കോ എന്നാ അതെന്താ സാറേ ചവച്ചോണ്ടിരിക്കുന്നത്? ഉപ്പ് നോക്കിയാണോ? നല്ലതാണോ? ഉത്തരണ്ടോ? ആ സ്റ്റീലിൻ്റെ ആ സ്ഥാനത്തെ ചുമ്മാ കറക്കിക്കും. ഇവിടുത്തെ കട്ടനും കാര്യങ്ങളും എല്ലാം മാറ്റി കേട്ടോ. ചേട്ടായി എടുത്തുകൊണ്ട് മിറ്റത്തോട്ട് പോയിട്ടുണ്ട്. പൂക്കളും കേട്ടോ. ഇതൊക്കെ പൊടിയാകുന്നേ. എത്ര പെട്ടെന്ന് വേണേലും പൊടിയാകും. ഇതൊക്കെ ഇങ്ങനെ ചുമ്മാ വെള്ളത്തിൽ മുക്കിയൊന്ന് എടുത്തിടാം. പരിപാടികൾ ചെയ്തിട്ട് ഈ പ്രാവശ്യം മാറ്റി പൂർണ്ണമായിട്ട് മാറ്റാമെന്നും പറഞ്ഞുകൊണ്ട് അവന്മാർ ചെയ്യുന്നുണ്ട്. ഞാൻ ഇതേപോലെ എങ്ങനെയാവുമോ എന്തോ. രാവിലെ തന്നെ സാറ് വീണ്ടും അടുത്ത കട്ടനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു പിള്ളേർ അകത്ത് 2 ചെടി അകത്തോട്ട് എടുത്തുണ്ട്. ഈ പിള്ളേർ അകത്ത് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര സ്മെല്ല. മുക്ക് ഒന്നുകൂടെ മുക്കിയിട്ട് ഒന്നുകൂടെ മുക്കാം. ലൈറ്റ് മിന്നുന്നുണ്ടല്ലോ അകത്ത്. നമ്മുടെ താഴത്തെ ചുറ്റിയൊക്കെ നോക്കി ഇരിക്കുന്ന ഏത് പരുവാണ്. എൻ്റെ പിള്ളേരെ നിങ്ങൾ മാസ്ക് ഒന്നും വെക്കുന്നില്ലേടാ? മാസ്ക് ഒന്നും വെക്കുന്നില്ലേന്ന്? ചവിട്ടിയൊക്കെ കഴുകിയിട്ട് കേട്ടോ. എൻ്റെ ദൈവം പാവം. ഒരു കണക്കിന് ചേട്ടാനെ സമ്മതിക്കണേ. വീട്ടിൽ നിന്ന് പൂ കഴുകിക്കൊണ്ട് വെച്ചാ കേട്ടോ. ദൈവമേ പാവം. നമ്മുടെ പണിക്കാർ പിള്ളേരുടെ ബൈക്കാന്ന് തോന്നുന്നു അവിടെ വെച്ചിരിക്കുന്നത്. ചേട്ടായി കട്ടനും എല്ലാം കഴുകിക്കൊണ്ട് വിരിച്ചിട്ട് കേട്ടോ. എൻ്റെ ദൈവമേ ഇന്നലെ ഈ ഒരു ജനൽ തുടച്ചില്ലായിരുന്നേ. ഇതും അടുക്കളയുടേതും. അപ്പോൾ ഇതും കൂടെ തുടച്ചേക്കാൻ കയ്യോടെ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അയ്യോ ഭയങ്കര അന്യായ മണം അല്ലേടായി. പിള്ളേരെ സമ്മതിക്കണം അല്ലേ. അപ്പോൾ ജനൽ തുടച്ച് ഏറ്റവും ലാസ്റ്റത്തെ ജനലിൻ്റെ അടുത്ത് വരെ എത്തി. എൻ്റെ ഏത് അടുക്കളയുടെ. അത് വലിയ പാടാ. അതങ്ങനെ ഇടും. പുറകെ നിൽക്കാൻ പറ്റത്തില്ല. അവിടെ സ്റ്റൂളൊന്നും ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ആ പിള്ളേർ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ചവിട്ടി ഇറങ്ങുന്നിടത്തേ ഇച്ചിരി ഇതായിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ട് ഇവിടെ ചെയ്തിട്ടതാണേ. മൊത്തം പ്ലാസ്റ്റിക്കൊക്കെ വിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മൊത്തം ഇങ്ങനെ ചെയ്തു കേട്ടോ. എൻ്റെ ദൈവമേ സ്മെല്ലാന്ന് അറിയാമോ? മണ്ട വരെ ചെയ്തേ അടി ചെയ്തുണ്ടോ. ഈ സാമാനമൊക്കെ തേച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ വരികയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതുങ്ങളതെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സീലിംഗ് ഒക്കെ അടിച്ച് 6 മണിക്കൂർ കഴിഞ്ഞാണ്ട് ഈ താഴ്ഭാഗം ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇത് എന്തായാലും കാപ്പി കുടിക്കാൻ കൈ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയേക്കാണ്. ഇതുണ്ടോ താഴ്ഭാഗമൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി എത്ര കണ്ട് ഇതാവുമെന്ന് എനിക്കറിയത്തില്ല. ഇത് അമ്മോ സ്മെല്ലുകൊണ്ട് ഒരു രക്ഷയില്ലേ. ഞാൻ ബെഡ്ഷീറ്റൊക്കെ കൊടുത്തതാണ്. ഇതൊക്കെ മൂടിക്കണമെന്ന് പറഞ്ഞേ. സീലിംഗ് അടിക്കുമ്പോഴത്തേനും മൂടിക്കോളം ചേച്ചി എന്ന് പറഞ്ഞു. പിള്ളേർ കാപ്പി കുടിക്കാൻ വന്നിട്ടുണ്ട്. അപ്പം സാറിൻ്റെ കുടുക്കയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്തിനാണെന്നറിയാവോ? അതെ കുടുക്ക പൊട്ടിച്ച് പെയിന്റ് അടിക്കും. അയ്യോ പെയിന്റ് അടിക്കാൻ ഇതും കൊണ്ട് എവിടെ തയ്യാനാ മോനെ. അതെന്നറിയോ? നേരത്തെ ആണെങ്കിൽ എടുക്കുകയല്ലായിരുന്നേ. ഇപ്പം ഈ കുടുക്കകത്തിടുന്ന എല്ലാം എടുക്കും. എന്നാ ചെയ്യാനാ? അതെ പക്ഷെ അങ്ങനെ എടുക്കരുത്. എനിക്ക് അങ്ങനെ ഒരു നിർബന്ധം കുട്ടിയുണ്ട്. എന്നിട്ട് 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ എടുത്ത് എണ്ണുവോ വറക്കുവോ ഒക്കെ ചെയ്യുന്ന കാണാം. ഇതെല്ലാം ചില്ലറയാണോ?
പൈസ വരെ തണുത്തിരിക്കുമോ. അത് ആ റൂമിനകത്ത് ഒരു രക്ഷയില്ല കേട്ടോ. സുനിൽ നരിയും ഇങ്ങനത്തെ കൊടുക്കുകയാണെങ്കിലേ താക്കോല് മാറ്റി വെക്കണം. പക്ഷേ ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചേട്ടായി അന്നേരം പിന്നെ എടുക്കും. അത്യാവശ്യം വരുമ്പോൾ എടുക്കും ഞാൻ. ആ അത്യാവശ്യത്തെ പൈസ. അപ്പം നമുക്ക് എണ്ണാൻ കേട്ടോ, എത്ര രൂപ ഉണ്ടെന്നുള്ളത് എണ്ണ. 20 രൂപയും 10 രൂപയും ഒക്കെ ഉണ്ട്. ബെഡൊക്കെ എടുത്ത് വെയിലത്തിട്ടതാണ് കേട്ടോ ചേട്ടായി. എൻ്റെ ദൈവം ഇതുണ്ടോ. അപ്പോൾ ആ പിള്ളേർ വന്നു കുറേയൊക്കെ ചെയ്തിട്ടിട്ട് അവന്മാർ പോയേക്കുന്നു കേട്ടോ. ഞാൻ കുളിക്കാൻ പോകാനായിട്ട് നോക്കിയതാണ്. മഴ എങ്ങാനും പെയ്തെങ്കിൽ ചേട്ടായി കിടന്ന് ഉറങ്ങിപ്പോയെന്ന് തോന്നേ. ഹെൽമെറ്റൊക്കെ എടുത്ത് വെയിലത്ത് കൊണ്ട് വെച്ചതാണ് ഇതാകാൻ വേണ്ടിയിട്ട്. എൻ്റെ യോഗ മാറ്റും ഒക്കെ വെയിലത്തിട്ടതാണ്. സിന്ദൂരമാണ് ഹെൽമെറ്റിനൊക്കെ. എന്താ അവരുടെ ഒരു ഹെൽമെറ്റ് ഇതേ കൊണ്ട് വെച്ചിട്ട് പോയേക്കുന്നു. എല്ലാം ഊരി കഴുകി പെരക്കകത്ത് അവിടെ കട്ടനൊക്കെ മാറ്റിയപ്പോൾ ഒത്തിരി നല്ല വെട്ടം മുളകല്ലേ. കരടിക്കുട്ടനൊക്കെ താഴ്ചാടി ചേട്ടാ കിടന്ന് ഉറങ്ങും കേട്ടോ. പാവം ഭയങ്കര പണിയായിരുന്നു ഇന്ന്. മുട്ടൻ പണി. ഞാൻ കുളിക്കാനായിട്ട് പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇറങ്ങിയതാണ്. അതുകൊണ്ട് ഈ കട്ടിലേലെ വെട്ടും സാധനങ്ങളും ഒക്കെ കൊണ്ടുപോയി വെയിലത്തിട്ടതാണ്ടോ. ജനലും കർട്ടനും എല്ലാം മാറ്റി കഴുകി തുടച്ച് സെറ്റാക്കി. ഈ മുറിക്കാൻ കാണണം കിടക്കുന്നത്. ഓരോ ഷർട്ടും കൊണ്ടോ കൂരിയിട്ട് പോയി. ഇതാണോ ഒരു സാധനം മൊത്തം അടിച്ചിരിക്കുക. ഫുള്ളങ്ങനെ അടിച്ചിട്ടിട്ട് ഇനി 6 മണിക്കൂർ കഴിഞ്ഞാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ടേ അവർ വരത്തുള്ളൂ. എന്നാ ചെയ്യാനാ എൻ്റെ ദൈവമേ. ഇന്ന് 4 മണിക്കേ സന്തോഷം സിന്ധുവൊക്കെ വന്നപ്പോൾ കുറേ ഏത്തപ്പഴം കൊടുത്തു. ഒരു വിധത്തിലാണ് ഇവിടുത്തെ ഏത്തപ്പഴം തീർത്തത്. അപ്പോൾ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നെയ്യൊക്കെ ഇട്ട് ചേട്ടാക്കി ഉണ്ടാക്കി കൊടുത്തത് കേട്ടോ. അതിൻ്റെ കൂടെ കുടിക്കാൻ കൊടുത്തേക്കുന്ന സാധനം എന്നാന്നുണ്ടോ, ഞാൻ മാത്രം കുടിച്ചാൽ പോരല്ലോ. ഞാൻ മാത്രം കുടിച്ചാൽ എപ്പോൾ തീരാണ്. എങ്ങനെയുണ്ട്? ചൂട് ഊതി പതിയെ കുടിക്കണം. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയേ. സൂപ്പറാണോ? അപ്പോൾ സാറ് പണിയായിരുന്നു. ഇതന്നെ എനിക്കോ? എൻ്റെ അമ്മേ എത്ര പീസാന്ന് നോക്ക്. കണ്ടോ, ഇതന്നെ ഞാൻ എങ്ങനെ കഴിക്കും? സൂപ്പറാ. അല്ല എങ്ങനെയാ അത് തീർക്കണ്ടേ? അതെല്ലാം പഴുത്തതുമോ ഭയങ്കരമായിട്ട്. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് നല്ല നെയ്യൊക്കെ ഇട്ട് ചേട്ടായി തിന്നാ. ചേട്ടായിക്ക് വെള്ളമില്ലല്ലോ. ഞാനിങ്ങനെ ഒരു 10 ദിവസം തിന്നാങ്കിൽ ആന മുളകാവും. എല്ലാ ദിവസവും തിന്നോണം. ചേട്ടാ വീട്ടിലിരിക്കുന്ന അത്രയും ദിവസം ഞാൻ ഉണ്ടാക്കി തരും. അപ്പം നേണ്ട സൂപ്പ് കുടിക്കാൻ പോവാ കേട്ടോ. ചേട്ടായി കള്ളുകൂടി. അയ്യോ സൂപ്പ് ചിയേഴ്സാണ് കേട്ടോ. അയ്യോ മതി. ചേട്ടായി ലാസ്റ്റ് ആയപ്പോൾ ഒരു സംഭവം കിട്ടിയില്ലേ? എന്നാ സൂപ്പർ മജ്ജ. നല്ല ടേസ്റ്റ് ആയിരുന്നോ? അത് തിന്ന് കാണിക്കുന്നത് നല്ല സൂപ്പർ അടിയെന്ന് പറഞ്ഞിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല തിന്ന് കാണിക്കുക. അടിപൊളി. വേണം ഒരു ഗ്ലാസ് കൂടെ? ഒറ്റ ഗ്ലാസ് വെച്ച് കുടിച്ചാൽ മതി ദിവസം. രാവിലെ വിട്ടു അത്ര ശം വെച്ച് കുടിച്ചാൽ മതി. എൻ്റേത് പകുതിയായിട്ടിരിക്കുക കേട്ടോ. എൻ്റേത് ബാക്കി തീർക്കട്ടെ. കറിവേപ്പിലേക്ക് ഇരിക്കുന്നേക്ക്. ഇന്നേ എനിക്കൊരു പ്രത്യേകതയുണ്ട്. എന്നാണെന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടുപോയി. അതുകൊണ്ട് ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യാസമൊക്കെ ആയിട്ട് ഇരിക്കുന്നത് എനിക്ക്. അപ്പോൾ എന്നാ നിങ്ങളൊന്ന് പറയുമോ? ഞാൻ നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ? അവിടെ ചേട്ടായി ന്യൂസ് കണ്ടുകൊണ്ട് കിടക്കുന്നു. അപ്പം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യായിരുന്നു ഇവിടെ വന്നിരുന്നോണ്ടേ. അന്നേരം വൈൻഡപ്പ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ ഇടിച്ചു പൊട്ടിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.